ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വെറൈറ്റി ക്രീപ്പർ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കോംബ്രറ്റം ഫ്രൂട്ടിക്കോസം എന്നാണ്. കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് മങ്കി ബ്രഷ് എന്നാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ ക്ലീൻ ചെയ്യുന്ന ബ്രഷിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ പൂവ് വരുന്നത്. ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിന് ചെറിയ തൈക്ക് തന്നെ 250 രൂപയെ കൂടുതലായി. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോഴത്തേക്കും അത്ര എനിക്കത് കൂടുതലായിട്ട് തോന്നിയില്ല. എന്നുവെച്ചാൽ അത്രത്തോളം ചെറിയൊരു തൈയായിരുന്നു. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം 1 വർഷത്തിന് മേളിലായി. ഇപ്പോഴാണ് ഇത് ആദ്യമായിട്ട് പൂവ് വരുന്നത്. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിങ്ങനെ ആദ്യം ചെറിയ കൊച്ചു കൊച്ചു മുട്ടുകൾ ഇങ്ങനെ ഉണ്ടാകും. ഈ ചുമന്ന മുട്ടുകളെല്ലാം വിരിഞ്ഞ് വരുന്നത് നല്ല മഞ്ഞ കളറിലായിരിക്കും. വീഡിയോയിൽ കാണാൻ പറ്റും. മഞ്ഞ നിറത്തിലുള്ള നാരുകൾ പോലെയാണ് ഇങ്ങനെ പൂക്കൾ വരുന്നത്. ഈ താഴേക്ക് ഓരോ പൂക്കൾ വരുന്നതനുസരിച്ച് തന്നെ ഈ മഞ്ഞ നിറമെല്ലാം മാറി അത് ഓരോന്നും റെഡിലേക്ക് മാറും. പുതിയത് മഞ്ഞയായിട്ട് വരികയും ചെയ്യും. ആദ്യം ഉണ്ടായത് റെഡായിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മിക്സായിട്ട് ഈ റെഡും മഞ്ഞയും കൂടെ നിൽക്കുന്ന തന്നെ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഇത് മുഴുവനും വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ മഞ്ഞയെല്ലാം മാറി ഫുള്ള് റെഡായിട്ട് മാറും. ആ റെഡ് പിന്നെ ഏകദേശം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇത് 5 ദിവസം വരെ ഈ പൂവിങ്ങനെ നിൽക്കും. 5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ഓരോ മുട്ടായിട്ട് കൊഴിഞ്ഞു പോയിട്ട് ഈ നടുക്കുള്ള തണ്ട് മാത്രം നിൽക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. എന്തായാലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് തുടക്കമായതുകൊണ്ടാണ് എനിക്ക് ഒരു പൂവായിട്ടുണ്ടായത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വീഡിയോയിലൊക്കെ മനസ്സിലായത് ഒരു ചെടികളിൽ നിറഞ്ഞിങ്ങനെ 2 വശമായിട്ട് ഇങ്ങനെ, അതായത് ഇലകളുടെ 2 ഭാഗത്തുമായിട്ട്, ഇലകളുടെ അല്ല, ഈ തണ്ടിൻ്റെ 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ നിറച്ചിങ്ങനെ പൂക്കളിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇതിൻ്റെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റിയത്. എന്തായാലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പൗഡർ പഫ് വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ്. ആ ചെടികളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ചെടി ഇഷ്ടപ്പെടും. അതും ഇങ്ങനെ ഒരു വെറൈറ്റി കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ ഒരു മഞ്ഞയും ഓറഞ്ചും റെഡും എല്ലാം കൂടെ കണ്ട് ഇത് 2ാമത്തെ സ്റ്റേജ് വന്നപ്പോഴത്തേക്കും ഏകദേശം ആദ്യം വിരിഞ്ഞെല്ലാം മഞ്ഞയെല്ലാം മാറി ഇത് റെഡായി കഴിഞ്ഞു. ഇനി ഇത് പൂർണ്ണമായിട്ട് റെഡാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് 5 ദിവസം കൊണ്ട് ഇതെല്ലാം വിരിഞ്ഞ് താഴെ അങ്ങനെ പൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇഷ്ടംപോലെ തേനുള്ള ചെടിയായിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം ഇതിൽ ഹമ്മിങ് ബേഡ്സ് ഇഷ്ടം പോലെയാണ് വരുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഈ പൂക്കളെയും ചെടികളെയും അതുപോലെ കിളികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ എല്ലാ നഴ്സറികളിലൊന്നും ഇത് അവൈലബിൾ അല്ല. ഞാനിതിൻ്റെ ഒപ്പം തന്നെ ഒരു കോറൽ വൈൻ എന്ന് പറയുന്ന ചെടിയുടെ വെള്ള അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ട് വേണ്ട ഒരു ചെടിയാണ്. അത്യാവശ്യം അതായത് പകുതി ക്രീപ്പറും പകുതി ബുഷായിട്ടും അങ്ങനെ രീതിയിലുള്ള ഒരു ചെടിയാണ്. പൂർണ്ണമായിട്ടും ബലമില്ലാത്ത തണ്ടല്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള തണ്ടാണ് ഇതിൻ്റെ. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത. കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇതിങ്ങനെ പൂർണ്ണമായിട്ടും വിരിഞ്ഞ് കാണുന്ന റെഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഞാൻ വീഡിയോയുടെ അവസാനം അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.